കുറച്ച് പൈസയൊക്കെ പോയി എന്നെ ഒരുത്ത പറ്റിച്ചു. ഞാൻ അടുത്ത പൂസായി പോയി. അതെനിക്ക് അന്ന് PF എന്ന് പറയും, എനിക്ക് നമ്മൾ പ്രാവടം വണ്ടി അന്ന് ഇച്ചിരി ലോണൊക്കെ എടുക്കുക ഇടയ്ക്കിടയ്ക്ക്. അതൊക്കെ എടുത്ത് ഞാനും അവിടെ ചോള ബാറിൽ ചേർന്ന് ഒരു പൈൻ്റ് എടുത്ത് അന്നൊരു 10-60 രൂപയുള്ളൂ പൈൻറ്റിന്. അവിടെ ഈ ബാറിലാകുമ്പോൾ 100 രൂപ കൊടുക്കണം. അപ്പോൾ ഈ അടിച്ച് ഞാൻ അങ്ങനെ ഇരുന്നപ്പോൾ നമ്മളൊരു സ്നേഹിതൻ പയ്യൻ വന്ന് അടിച്ചിരുന്നു. കമ്പനി അടിച്ച് ഈ രണ്ടും ഞാനും അവനായിട്ട് അടിച്ച് തീർത്തു. കമ്പനി അടിച്ചപ്പോൾ അപ്പോൾ ഞാൻ പൈസ പോക്കറ്റിൽ നിന്ന് എടുത്തതെങ്കിൽ ഇപ്പം കണ്ട്. അപ്പോൾ ഇപ്പോൾ എന്നെ കുറച്ചും കൂടെ 2 സ്മോളോട് അടിച്ച് കിട്ടി ഒരു ഓട്ടോ പിടിച്ച് എന്നെ നേരെ കരമന എന്ന് പറയും. കരമന 6 കണ്ടിട്ടുണ്ടോ? അവിടെ ഒരു ഭാഗത്ത് എനിക്ക് പിന്നെ കൃങ്ങി അങ്ങോട്ട് പുറന്നറിയില്ല. ഏതായാലും ഒരു 10-250 രൂപ അപ്പോഴും ഉണ്ടായിരുന്നു. ബാക്കി എല്ലാം എടുത്തില്ലേ. അപ്പോൾ പക്ഷേ അവിടെ കൊണ്ട് കരമന ഒരു അമ്പലത്തിൻ്റെ ചുറ്റും ഒരു 2 അമ്പലം ഉണ്ടായിരുന്നു, മുരുകൻ്റെ കിണർ. അപ്പോൾ ഞാൻ അമ്പലത്തിൻ്റെ അവിടെ ഒന്ന് ഈ ചെരുപ്പൊക്കെ ഒന്ന് ഊരിയിട്ട് എനിക്ക് ഓർമ്മയുണ്ട്. ഇത്ര വീതി വരുള്ളൂ ആ കിടന്ന ആ തിണ്ണ. അതായത് ലെഫ്റ്റിലോട്ട് പോയാൽ ഈ അവിടെ അടിയൊഴുക്കാണ്, ഇതേപോലെ 6 കരമന 6 അപ്പുറത്ത് പോയി. അപ്പോൾ ഒരു വെളുപ്പംകാലം 3 മണിയായപ്പോൾ ഒന്ന് ഉണർന്നു പോകുന്ന ഭയങ്കര സൗണ്ട് കേൾക്കുന്നു. അപ്പോൾ ഈ അമ്പലത്തിലെ പൂജാരിമാർ ആറ്റിനാണ് കുളിക്കുന്നത്. അവർ ഈ കുളിക്കാനുള്ള കാലങ്ങളൊക്കെ വന്നപ്പോൾ വെള്ളത്തിൻ്റെ സൗണ്ടെല്ലാം കണ്ടപ്പോൾ ഉണർന്നോക്കിയപ്പോൾ ഇവർ എന്താണെന്ന് വെച്ചാൽ അങ്ങനെ അങ്ങോട്ട് പോകാതെ വലത്ത് ഭാഗത്ത് തെച്ചപ്പോൾ ഇച്ചിരി വെള്ളമുണ്ട്. തിരിഞ്ഞ് എണീറ്റ് ഇതൊന്നും കാല് ചെരുപ്പില്ല, പോക്കറ്റിലെ പൈസയില്ല, പേഴ്സില്ല, ഒന്നുമില്ല. ആശാടിച്ചുകൊണ്ട് പോയി. ആരത്ത് പറയാൻ പറ്റും. അങ്ങനെ അണ്ടികളഞ്ഞ അണ്ണാനെ പോലെ അമ്പലത്തിനവിടെ വന്നപ്പോൾ ചെരുപ്പ് കിട്ടി. അപ്പോൾ പോയിൻറ്റിൻ്റെ പോയിട്ട് നോക്കിയപ്പോൾ ഒരു 7-8 രൂപ ചില്ലറ ഉണ്ടായിരുന്നു, ചില്ലറ പൈസ. അതും കൂടെ നടന്ന് ഇങ്ങനെ കരമന ജംഗ്ഷനിൽ കയറി.